ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനോ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് റിഡക്സ്, ഇതിന്റെ അഡ്വാൻറ്റേജ്, എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിഡക്സിന്റെ കോർ കോൺസെപ്റ്റും അതെങ്ങനെയാ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിളും ആണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു കേക്ക് ഷോപ്പ് എടുക്കുക. അവിടെ കേക്ക് എല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് ഒരു കേക്ക് ഷെൽഫിലായിരിക്കും അല്ലെ. ഷോപ്പിൽ ഒരു ഷോപ്പ് കീപ്പർ ഉണ്ടാവും. അപ്പൊ അദ്ദേഹമായിരിക്കും നമുക്ക് ഈ കേക്ക് എടുത്തു തരുന്നതും ബില്ല് ചെയ്യുന്നതും ഒക്കെ അല്ലെ. അപ്പൊ നമ്മളെ ഒരു കസ്റ്റമർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കൊരു ദിവസം ഒരു കേക്കിന്റെ ആവശ്യം വന്നു. നമ്മൾ നേരെ ഷോപ്പിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്ന ആളോട് പറഞ്ഞു എനിക്കൊരു കേക്ക് വേണമെന്ന്. അപ്പം ഒരു കേക്ക് നമുക്ക് എടുത്തു തന്നു, ബില്ല് ചെയ്തു, നമ്മൾ റെസിപ്റ്റ് വാങ്ങി കേക്കും കൊണ്ട് തിരിച്ചു വന്നു. ഇതേ കേസ് തന്നെ നമുക്ക് റിഡക്സിന്റെ കോർ കോൺസെപ്റ്റിൽ നോക്കാം. മെയിൻ ആയിട്ട് 3 കോർ കോൺസെപ്റ്റ് ആണ് ഈ റിഡക്സിലുള്ളത്: സ്റ്റോർ, ആക്ഷൻ, റിഡക്സ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിഡക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ലൈബ്രറിയാണ്. അത് റിയാക്ടിന് വേണ്ടി മാത്രമുള്ളതല്ല, എൻറ്റയർ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റ് മാനേജ്മെന്റിന് യൂസ് ചെയ്യാം. നമ്മൾ റിയാക്ടിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്, റിയാക്ടിൽ എങ്ങനെയാണ് റിഡക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിയാക്ടിന്റെ ഒരു കോമ്പോണന്റ് എടുക്കുന്നു. അത് ഫങ്ഷണൽ കോമ്പോണന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പോണന്റ്, അത് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ റിയാക്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത് റിഡക്സിന്റെ സ്റ്റോർ വെച്ചിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ കേക്ക്, ഇവിടെ നമ്മൾ കേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ഷെൽഫാണ് നമ്മുടെ സ്റ്റോർ. ഇനി നമ്മുടെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു കാര്യം പറയുവാണ്, എനിക്കൊരു കേക്ക് വേണം. അതാണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ സ്റ്റേറ്റിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പൊ കേക്ക് പോലെ ആപ്ലിക്കേഷനിൽ ഈ സ്റ്റേറ്റിനെ ഹോൾഡ് ചെയ്യുന്നത് ഈ സ്റ്റോർ ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ്, കസ്റ്റമർ വന്നിട്ട് ഒരു കേക്ക് വേണമെന്ന് പറയുമ്പോൾ ഈ സ്റ്റോറിൽ നിന്ന് നമ്മളൊരു കേക്ക് എടുത്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ ഇൻവെന്ററിയിൽ ഒരു കേക്കിന് മൈനസ് ചെയ്യണം അല്ലേ. അങ്ങനെ ആകുമ്പോഴല്ലേ ലാസ്റ്റ് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് കറക്റ്റ് കൗണ്ട് മാച്ച് ആവുള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ കോമ്പോണന്റിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരണം. സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ കേക്ക് വേണമെന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ഇല്ലേ, അതാണ് ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണം, അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ ആക്ഷൻ. മൂന്നാമത്തെ കേസ്, ആ ആക്ഷൻ നടക്കണല്ലേ. അപ്പൊ അതായത് ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, ആ സ്റ്റേറ്റിനെ പുതിയ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം, അതാണ് റെഡ്യൂസർ. അതായത് ഇപ്പം നമ്മുടെ 10 കേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു കേക്ക് ഒരു കസ്റ്റമർ വാങ്ങുമ്പോൾ ബാക്കി അതിനെ 10ൽ നിന്ന് 1 മൈനസ് ചെയ്ത് ഇൻവെന്ററിയിൽ 9 അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് റെഡ്യൂസർ ആണ്. അതായത് റെഡ്യൂസറിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്: പ്രീവിയസ് സ്റ്റേറ്റും ആക്ഷനും. ആക്ഷനെ ബേസ് ചെയ്തിട്ട് ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്ത് പുതിയൊരു സ്റ്റേറ്റ്, ന്യൂ സ്റ്റേറ്റ് ആയിരിക്കും ഈ റെഡ്യൂസർ റിട്ടേൺ ചെയ്യുന്നത്. ഈ കോമ്പോണന്റിൽ നിന്ന് ഈ ആക്ഷനെ റെഡ്യൂസറിലേക്ക് സെൻഡ് ചെയ്യുന്നത് ഡിസ്പാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ കോഡിൽ നോക്കുന്നുണ്ട്. നമുക്ക് ഈ കോൺസെപ്റ്റിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യം വരുന്നത് സ്റ്റോർ ആണ്, അത് നമ്മുടെ ഡാറ്റേനെ ഹോൾഡ് ചെയ്യുന്നു. രണ്ടാമത്തത് ആക്ഷൻ ആണ്. അപ്പൊ എന്താ ആക്ഷൻ, ഈ സ്റ്റേറ്റ് ചേഞ്ചിൽ എന്ത് ആക്ഷനാണ് നടക്കേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ആക്ഷൻ ആണ്. മൂന്നാമത്തത് റെഡ്യൂസർ ആണ്, സ്റ്റേറ്റിനെ ആക്ഷനെ ബേസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് റെഡ്യൂസേഴ്സ് ആണ്. ഇനി ഫംഗ്ഷനെ ആക്ഷനിൽ നിന്ന് സ്റ്റോറിലേക്ക് സെൻഡ് ചെയ്യുന്നത് ഡിസ്പാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സെയിം കേക്കിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ കോർ കോൺസെപ്റ്റിലെ ഓരോന്നായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാന് വീഡിയോന്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഫോൾഡറും ഫയൽ സ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്റെ സോഴ്സ് ഫോൾഡറിൽ ഡയറക്റ്റ് ആയിട്ട് കേക്ക് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ കോമ്പോണന്റ്. ഇനി ഇതിന്റെ അകത്ത് നോർമൽ നമ്മൾ ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യില്ലേ, അതുപോലെ കേക്ക് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 2 പ്രോപ്പർട്ടീസ്, 2 പ്രോപ്സ് ഉണ്ട്: നമ്പർ ഓഫ് കേക്ക്സും ഓർഡർ കേക്കും. ഇനി എന്താണ് ഈ നമ്പർ ഓഫ് കേക്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, നമുക്ക് രാവിലെ ഷോപ്പ് തുറക്കുന്ന സമയത്ത് എത്ര കേക്കാണോ നമ്മുടെ ഷെൽഫിലുള്ളത് അത്രയും ടോട്ടൽ ഇപ്പൊ സ്റ്റോക്ക് എത്രയാണോ ആ കേക്കിന്റെ കൗണ്ട് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഓർഡർ കേക്ക് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്, അതൊരു ഫംഗ്ഷൻ ആണ്. കസ്റ്റമർ വന്നിട്ട് കൗണ്ടറിൽ ഒരു കേക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ആക്ഷൻ ഡിസ്ക്രൈബ് ആയില്ലേ. അപ്പൊ ആ ആക്ഷനെ, ആ കസ്റ്റമറെ ചോദിക്കുന്ന ആ ഒരു ആക്ഷനെ നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് കേക്കിൽ നിന്ന് ഒരു കസ്റ്റമറിന് ഒരു കേക്ക് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ കേക്കിന്റെ കൗണ്ട് കുറയില്ലേ, അപ്പൊ ആ കൗണ്ടിന് റെഡ്യൂസ് ചെയ്യുന്നത് ഈ ബട്ടൺ ക്ലിക്കിലാണ്.
ഇപ്പൊ ഇന്റർഫേസിൽ ഒരു നമ്പർ ഓഫ് കേക്ക്സ് എന്ന് പറഞ്ഞൊരു ഹെഡർ ഉണ്ട്. ഇപ്പൊ ഞാനിത് എത്രയാന്ന് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവിടെ എം ടി ആയിരിക്കും. ഓർഡർ കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണും ഉണ്ട്. അപ്പൊ പ്രോപ്പർട്ടീസ് സാധാരണ റിയാക്റ്റിൽ അതിന്റെ പാരന്റ് കോമ്പോണന്റിൽ നിന്നല്ലേ വരുന്നത്. ഇത് എങ്ങനെയാ വരുന്നത്, റിഡക്സിൽ നിന്ന് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു കോമ്പോണന്റിന്റെ ഒരു അബ്സ്ട്രാക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കോമ്പോണന്റ് ആയില്ലേ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആക്ഷൻ ആണ്. എന്താണ് ആക്ഷൻ? കസ്റ്റമറിൽ കൗണ്ടറിൽ വന്നിട്ട് ആ ചോദിക്കുന്നത് പോലെ നമുക്കൊരു ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യണം. അതായത് നമ്പർ ഓഫ് കേക്ക്സിനെ റെഡ്യൂസ് ചെയ്യുന്ന ഓർഡർ കേക്ക് ഓർഡറിംഗ് ആണ് നമ്മുടെ ആക്ഷൻ. അപ്പൊ ഞാന് എന്റെ പ്രൊജക്റ്റിലെ എല്ലാ ഫയൽസും എല്ലാ കോൺസ്റ്റന്റിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ ടൈപ്പ് ഡോട്ട് ജെഎസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ട്. ഇത് ആക്ഷൻ അല്ല, നമ്മുടെ കോൺസ്റ്റന്റ്സിനെ എപ്പോഴും ഇതിപ്പോ നമ്മൾ ഇതിൽ നിന്നല്ല എല്ലാ പ്രോജക്റ്റുകളിലും നമ്മൾ കോൺസ്റ്റന്റിനെ എല്ലാം ഒരു കോമൺ ഫയലിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം ഒരു കോമൺ പ്ലേസിൽ വന്നിട്ട് റെഫർ ചെയ്യുന്നതും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെതറി കിടന്നിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നതും രണ്ടു വിധമാണല്ലേ. നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഏത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും? ഒരു കോമൺ മെത്തേഡിൽ വരുന്ന സമയത്തായിരിക്കും അല്ലെ. അതുപോലെ ഞാനും ഒരു കോമൺ പ്ലേസിൽ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഒരു ആക്ഷനേ ഉള്ളൂ. അപ്പൊ ആക്ഷന്റെ ടൈപ്പ് ഏതാണെന്നാണ് ഇവിടെ കോൺസ്റ്റന്റിൽ കൊടുക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു ആക്ഷനേ ഉള്ളൂ. എന്താണ് എന്റെ ആക്ഷൻ? കേക്ക് ഓർഡർ ചെയ്യുന്നത് എന്നല്ലേ. ഞാൻ എന്റെ ആക്ഷന്റെ ടൈപ്പ് ഓർഡർ കേക്ക് എന്നാണ് കൊടുക്കുന്നത്. സെയിം തന്നെയാണ് അതിന്റെ വാല്യൂ, ഓർഡർ കേക്ക് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ എന്താണ് ബേസിക്കലി ആക്ഷൻ? നിങ്ങൾ യൂസ് റെഡ്യൂസർ ഹുക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആക്ഷൻ, റെഡ്യൂസർ, ഡിസ്പാച്ച് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അറിയില്ലേലും കുഴപ്പമില്ല. ആക്ഷൻ എന്ന് പറയുന്നത് നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആണ്. അതായത് ഒബ്ജക്റ്റ് എന്താണ്? ഒരു കീ വാല്യൂ പെയേഴ്സ് അല്ല, പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് അല്ലെ. ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിൽ മസ്റ്റ് ആയിട്ടും ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടാവണം. അതായത് ടൈപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആക്ഷന്റെ ടൈപ്പ് ഏതാണോ അതിനെയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്റെ ആക്ഷൻ ടൈപ്പിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നോർമൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും ആക്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അതിൽ മസ്റ്റ് ആയിട്ടും ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി വേണം. അപ്പൊ എന്റെ ടൈപ്പ് ഏതാണ്? ഓർഡർ കേക്ക് ആണ്. അതിനെ ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ ഒരു ക്രിയേറ്റർ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യണം. റിഡക്സിന്റെ ആക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ക്രിയേറ്റർ ഫംഗ്ഷൻ വേണം. ഇത് നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. നോർമൽ ജെഎസ് ഫംഗ്ഷൻ ആയിട്ടോ, ആരോ ഫംഗ്ഷൻ ആയിട്ടോ, അനോണിമസ് ഫംഗ്ഷൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതിൽ വേണം ഈ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാൻ. കാരണം നമ്മുടെ കോമ്പോണന്റിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പാച്ച് ഫംഗ്ഷൻ ആണ് ആക്ഷനെ റെഡ്യൂസറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അവിടെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആരോ ഫംഗ്ഷൻ ആയിട്ടാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് കോൺസ്റ്റ് ഓർഡർ കേക്ക് എന്നാണ് ഈ ഫംഗ്ഷന്റെ നെയിം കൊടുക്കുന്നത്. ഈക്വൽ ടു ആരോ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ആരോ. ഇതിനെ എൻക്ലോസ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? ഇത് വെച്ചിട്ട്. ഇവിടെ ഞാൻ വലുതാക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആക്ഷന്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ കോമ്പോണന്റ് പാർഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ആക്ഷൻ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ആക്ഷൻ ഒരു ക്രിയേറ്റർ ഫംഗ്ഷൻ ആയിട്ട് ആക്ഷനെ റിട്ടേൺ ചെയ്തു. ആക്ഷൻ ഒരു ഒബ്ജക്റ്റ് ആണ്. ടൈപ്പ് മസ്റ്റ് ആയിട്ട് വേണം. ഈ ടൈപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടീസും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ പ്രൈസിനോ കേക്കിന്റെ ഇൻഫർമേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും ഒബ്ജക്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. മസ്റ്റ് ആയിട്ട് വേണ്ടത് ഈ ടൈപ്പ് പ്രോപ്പർട്ടിയാണ്. ക്രിയേറ്റർ ഫംഗ്ഷനിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പം ആക്ഷനും ആക്ഷൻ ടൈപ്പും ആയി. അടുത്ത സ്റ്റെപ്പ് റെഡ്യൂസർ ആണ്. എന്താണ് ഈ റെഡ്യൂസർ? റെഡ്യൂസർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ ആണ്. ഇതിൽ 2 ആർഗ്യുമെന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് നമ്മുടെ കറന്റ് സ്റ്റേറ്റും രണ്ടാമത്തെ ആർഗ്യുമെന്റ് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ആക്ഷനും ആയിരിക്കും. അപ്പൊ റെഡ്യൂസറിന്റെ പ്രത്യേകത എന്താ? ഈ കറന്റ് സ്റ്റേറ്റിനെ ന്യൂ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ വന്ന്, അതായത് ചേഞ്ച് ചെയ്ത് ന്യൂ സ്റ്റേറ്റിനെ റിട്ടേൺ ചെയ്യുക. അപ്പൊ എന്തോ ഒരു ട്രാൻസിഷൻ ആണ് ഇതിൽ നടക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ കേക്ക് സ്റ്റോറിൽ എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ വന്നു, ആക്ഷൻ പറഞ്ഞു. ഇപ്പൊ റെഡ്യൂസർ ഷോപ്പ് കീപ്പർ ഒരു കേക്കിനെ എടുത്ത് നമുക്ക് തരുമ്പോൾ തന്ന് ആ ഇൻവെന്ററിയിൽ കേക്കിന്റെ കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് റെഡ്യൂസർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഉള്ള കേക്കിൽ നിന്ന് കസ്റ്റമറിന് കൊടുത്ത കേക്കിന്റെ കൗണ്ട് റെഡ്യൂസ് ചെയ്ത്
സ്റ്റോക്കിന്റെ കൗണ്ട് കറക്റ്റ് ആക്കി വെക്കുക. അതാണ് റെഡ്യൂസർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് റെഡ്യൂസറിൽ കേക്കിന്റെ ടൈപ്പ് ആവശ്യമുണ്ടല്ലോ. നമുക്ക് ടൈപ്പ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ റെഡ്യൂസറിന്റെ അകത്ത് ഹാൻഡിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എന്റെ ഈ ഷോപ്പിൽ കേക്ക് മാത്രമല്ല ഐസ്ക്രീംസും വിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. വേറൊരു കസ്റ്റമർ വന്നിട്ട് ഐസ്ക്രീം ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഐസ്ക്രീമിന്റെ കൗണ്ട് ആയിരിക്കും റെഡ്യൂസ് ചെയ്യേണ്ടത്, കേക്കിന്റെ കൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് റെഡ്യൂസറിൽ എത്ര ആക്ഷൻസിനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. നമുക്ക് കോമൺ ഫയലിലാണല്ലോ നമ്മൾ ആക്ഷൻ എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. എനിക്കിവിടെ ഓർഡർ കേക്കിന് മാത്രമേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഓർഡർ കേക്കിനെ ഇമ്പോർട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഞാൻ നമുക്കൊരു എപ്പോഴും ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് വേണമല്ലേ. നമ്മൾ റിഡക്സിന്റെ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സ്റ്റേറ്റ് കണ്ടെയ്നർ ആണെന്ന്. അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ് ഒബ്ജക്റ്റിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഇതിനൊരു 3 സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും ഒരു സിംഗിൾ സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതിന്റെ അകത്ത് നമുക്ക് എത്ര സ്റ്റേറ്റ് പ്രോപ്പർട്ടീസിനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനിഷ്യൽ ആയിട്ടൊരു സ്റ്റേറ്റ് വേണ്ടേ, അതിന്റെ അകത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് കേക്ക് ആണെന്ന് അറിഞ്ഞാലല്ലേ അതിനെ നമുക്ക് പിന്നെ റെഡ്യൂസ് ചെയ്യാനോ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇത് ഇൻക്രീസ് ആയിരിക്കും ചെയ്യേണ്ടത്, വിൽക്കുന്ന സമയത്ത് റെഡ്യൂസ് ചെയ്യണം. ആ ആക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നം കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ഇനിഷ്യലി, അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് 10 കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു അസംഷനിൽ ഞാനൊരു 10 എന്നാണ് എന്ത് കൊടുക്കുന്നത്, എന്റെ ഇനിഷ്യൽ കേക്കിന്റെ കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് റെഡ്യൂസർ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അഗെയിൻ കോൺസ്റ്റന്റ് കേക്ക് റെഡ്യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു ഈക്വൽ ടു ആരോ ഫംഗ്ഷൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോ ഫംഗ്ഷന്റെ സിന്റാക്സ് ഇതല്ലേ. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു 2 ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നത് കറന്റ് സ്റ്റേറ്റും അതുപോലെ ആക്ഷനുമാണ് എടുക്കുന്നത്. ഇനി കറന്റ് സ്റ്റേറ്റിന്റെ ഡീഫാൾട്ട് വാല്യൂ ആയിട്ട് എനിക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് വേണം. കാരണം ഒരു സ്റ്റേറ്റിന്റെ വാല്യൂ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിൽ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ആക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതായത് ചിലപ്പോൾ കേക്കിന്റെ ഓർഡർ കേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഓർഡർ ഐസ്ക്രീം ആയിരിക്കും, ഓർഡർ ലോലിപോപ്പ് ആയിരിക്കും, ഓർഡർ സ്നാക്സ് ആയിരിക്കും. അപ്പൊ ഒരു സ്വിച്ച് കേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏത് ആക്ഷൻ ആണോ വേണ്ടത് ആ കറസ്പോണ്ടിങ് ആക്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാനിവിടെ ഓർഡർ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കേസിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്വിച്ച് കേസിന്റെ പാരാമീറ്റർ എന്താണ്? ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണല്ലേ നമ്മൾ റിട്ടേൺ ചെയ്തത്, അതിന്റെ ടൈപ്പ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ടൈപ്പ് പ്രോപ്പർട്ടി എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടൈപ്പ് അതായത് ആക്ഷന്റെ ടൈപ്പ് ഏതാന്ന് നോക്കി, അത് ഓർഡർ കേക്ക് ആണോ നോക്കി. ഓർഡർ കേക്ക് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ സ്റ്റേറ്റിൽ നിന്ന് നമ്പർ ഓഫ് കേക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിന്റെ വാല്യൂവിനെ റെഡ്യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുവാണ് കസ്റ്റമർ എപ്പോഴും ഒരു കേക്ക് മാത്രമേ വാങ്ങുള്ളൂ. ആ ഒരു മാനുവൽ അസംഷനിലാട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ 10ന്ന് 1നെ മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യില്ല, പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ ഇപ്പൊ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഇതിൽ വരാലോ. അപ്പൊ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും ഇതിനെ മൈനസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സ്പ്രെഡ് ഓപ്പറേറ്റർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഷോർട്സിലും ലോങ് വീഡിയോസിലും നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയലിൽ ചെയ്തിട്ടുണ്ട്. VXSന്റെ സിന്റാക്സ് ആണ്. എന്തായാലും റിയാക്സസിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. അറിയില്ലാത്തവര് ജാവാസ്ക്രിപ്റ്റിന്റെ ട്യൂട്ടോറിയൽസിൽ ലേറ്റസ്റ്റ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഞാനിവിടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ഒബ്ജക്റ്റിനെ സ്പ്രെഡ് ചെയ്യുന്നു. അതിൽ നം കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിലെ അതിനെ അപ്ഡേറ്റ് ചെയ്യുവാണ്. ഇപ്പൊ സ്റ്റേറ്റിലുള്ള നം കേക്ക് എത്രയാണോ അതിൽ നിന്ന് 1നെ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്ത് മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഇത് സ്റ്റേറ്റ് ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് ആ സ്റ്റേറ്റിനെ റിട്ടേണും ചെയ്യണം. സ്മോൾ ലെറ്റർ കേസിന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു അല്ലേ കൊടുത്തേ, സോറി കേട്ടോ. ഇനി അടുത്തത് ഡീഫാൾട്ടിനെ, ഇവിടെ ആക്ച്വലി ഡീഫാൾട്ട് ആയിട്ടൊന്നും വരില്ല, എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡീഫാൾട്ടിനെ എന്ത് ചെയ്യുക, നമ്മൾ ഡീഫാൾട്ട് ആയിട്ട് സ്റ്റേറ്റ് ഒബ്ജക്റ്റിനെയും കൂടെ റിട്ടേൺ ചെയ്യുന്നു. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഈ റെഡ്യൂസറിനെ ഒന്ന് ഡീഫാൾട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെഡ്യൂസർ ആക്ഷൻ. കോമ്പോണന്റ് ആക്ഷൻ കംപ്ലീറ്റ് ആയി, റെഡ്യൂസറും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാണ്, സ്റ്റോറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആപ്ലിക്കേഷനിലെ എൻറ്റയർ ആപ്ലിക്കേഷനിലെയും സ്റ്റേറ്റിനെ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്, ഈ റിഡക്സ് ആണ്.
സ്റ്റേറ്റിനെ ഹോൾഡ് ചെയ്യുന്നത് ഈ സ്റ്റോർ ആണെന്നല്ലേ. നമ്മൾ നേരത്തെ ഷെൽഫിനെ സ്റ്റോർ ആയിട്ട് എടുത്തപ്പോൾ തന്നെ നമ്മുടെ എല്ലാ സ്റ്റേറ്റിനെയും ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോർ ആയിരിക്കും. അപ്പൊ സ്റ്റോറിനെ ആദ്യം നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിയേറ്റ് സ്റ്റോർ മെത്തേഡ് യൂസ് ചെയ്ത് റിഡക്സിന്റെ തന്നെ ക്രിയേറ്റ് സ്റ്റോർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഡെപ്രിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇതിന് നമ്മളിപ്പോ റിഡക്സിന്റെ ടൂൾ കിറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ ഇത് തന്നെയാട്ടോ എടുക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു റിയാക്ട് പ്രൊജക്ടിന്റെ ഒരു കമ്പനിയിലായിരിക്കും. അവർ ചിലപ്പോൾ റിഡക്സ് ടൂൾ കിറ്റ് ഒന്നിലേക്കൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബേസ് തൊട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ ക്ലാസ് കോമ്പോണൻസ് എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ഫ്രീക്വന്റ് ആയിട്ട് എനിക്ക് റിയാക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ബേസ് തൊട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പൊ എല്ലാ ട്രാൻസിഷൻസും നമുക്ക് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രിയേറ്റ് സ്റ്റോർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രൈക്ക് വരുന്നതിന്റെ റീസൺ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ. ആക്ച്വലി ഇത് ഡെപ്രിക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മൾ റിഡക്സിന്റെ ടൂൾ കിറ്റ് ക്രിയേറ്റ് കോൺഫിഗർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് റിഡക്സ് ടൂൾ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് ഈ ക്രിയേറ്റ് സ്റ്റോർ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇത് റിഡക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇനി നമ്മുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെഡ്യൂസർ ഫംഗ്ഷനിലെ കേക്ക് റെഡ്യൂസർ അതിനെയും കൂടെ ഞാൻ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇനി ക്രിയേറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഞാൻ കോൺസ്റ്റ് ഒരു സ്റ്റോറിനെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ഈ ക്രിയേറ്റ് സ്റ്റോർ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഇതിന്റെ പാരാമീറ്റർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ്യൂസർ ആയിരിക്കും. നമ്മുടെ റെഡ്യൂസറിനെയാണ് ഇതിന്റെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടത്. അതിനെ ഞാൻ പാസ് ചെയ്യുന്നു. ഫൈനലി ഞാൻ നേരത്തെ ചെയ്ത പോലെ ഈ സ്റ്റോറിനെയും എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു. സ്റ്റോറി ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി നിന്നുകൊണ്ട് തന്നെ സ്റ്റേറ്റിനെ മാനേജ് ചെയ്യാം. കാരണം സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതും ട്രാൻസിഷൻ ചെയ്യുന്നതൊക്കെ റെഡ്യൂസർ അല്ലേ ഇതിന്റെ പാരാമീറ്റർ. ഈ ഒരു കോമ്പിനേഷൻ അവനെയാണ് നമ്മൾ സ്റ്റേറ്റ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ആക്ഷൻ, റെഡ്യൂസർ, സ്റ്റോർ ഇത് മൂന്നും കൂടെ ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റേറ്റിനെ ഹോൾഡ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. ഇപ്പൊ നമ്മുടെ പ്രൊജക്ട് രണ്ടായിട്ട് നിൽക്കുക അല്ലെ. അതായത് ഒരു ഭാഗത്ത് റിഡക്സിന്റെ കാര്യങ്ങളുണ്ട്, വേറൊരു ഭാഗത്ത് നമ്മുടെ കോമ്പോണന്റ് ഉണ്ട്. ഇനി ഇതിനെ തമ്മിൽ നമുക്ക് ഒന്ന് കമ്പൈൻ ചെയ്യണ്ടേ. ആദ്യം നമുക്ക് app.jsലേക്കാണ് വരേണ്ടത്. ഇവിടെ app.jsൽ ഫസ്റ്റ് റിഡക്സിന്റെ ഒരു പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പോണന്റ് ഉണ്ട്. ഈ കോമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാ നെക്സ്റ്റഡ് കോമ്പോണൻസിലേക്കും ഈ സ്റ്റോർ അവൈലബിൾ ആക്കുന്നത്. ഏതൊക്കെ നെക്സ്റ്റഡ് കോമ്പോണൻസിലാണോ ഇത് ആവശ്യമുള്ളത് അവിടേക്കെല്ലാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് index.jsൽ app.jsനെ റാപ്പ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ app.jsൽ കോമ്പോണന്റ് വൈസ് കൊടുക്കാം. അത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ app.jsന്റെ അകത്താണ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊവൈഡർ കോമ്പോണന്റ് ഉണ്ട് റിയാക്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ അവൈലബിൾ ആക്കാൻ പോകുന്നത്. അതായത് ഇതിന്റെ ചൈൽഡ് കോമ്പോണന്റിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ കേക്ക് കണ്ടെയ്നറിനെ ഇതിൽ നിന്ന് കോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ എന്റെ സ്റ്റോറിനെയും കൂടെ ഇതിൽ നിന്ന് കോൾ ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ സ്റ്റോറിനെയും പ്രൊവൈഡറിനെ എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പില് ഞാൻ പ്രൊവൈഡർ കോമ്പോണന്റ് വെച്ചിട്ട് ഏതിലേക്കാണോ ഈ സ്റ്റോർ കൊടുക്കേണ്ടത് അതിനെ റാപ്പ് ചെയ്യണം. നമ്മൾ പ്രോപ്സ് ഒക്കെ പാസ് ചെയ്യൂലേ, അതുപോലെ ഒരു പ്രോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോറിനെ പാസ് ചെയ്യാം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കേക്ക് കണ്ടെയ്നർ കോമ്പോണന്റിലെ ഈ സ്റ്റോർ അവൈലബിൾ ആയിരിക്കും. ഇനി കോമ്പോണന്റിലേക്ക് വരാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോമ്പോണന്റിനെയും നമ്മളിപ്പം ഇവിടെ ഒരു റിഡക്സ് സ്റ്റോർ അവൈലബിൾ ആണല്ലേ, ഈ റിഡക്സ് സ്റ്റോറിനെയും കൂടെ കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിഡക്സിന്റെ തന്നെ ഒരു ഹയർ ഓർഡർ ഫംഗ്ഷൻ കണക്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഈ കണക്ട് യൂസ് ചെയ്തിട്ട് റിഡക്സ് സ്റ്റോറിനെയും നമ്മുടെ കോമ്പോണന്റിനെയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് ഫംഗ്ഷനും കൂടെ നോക്കണം. ആദ്യത്തെ ഫംഗ്ഷൻ മാപ്പ് സ്റ്റേറ്റ് ടു പ്രോപ്സ് ആണ്. അതായത് നമ്മുടെ റെഡ്യൂസറിൽ നമ്മൾ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റിഡക്സിന്റെ സ്റ്റോറിൽ. അതിനെ നമ്മുടെ കോമ്പോണന്റിന്റെ പ്രോപ്പർട്ടീസ് ഇല്ലേ, നമ്പർ ഓഫ് കേക്സും ഓർഡർ കേക്കും, ഇതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്താലേ നമുക്ക് ഇവിടെ കേക്കിന്റെ കൗണ്ട് കിട്ടുള്ളൂ. അതുപോലെ കേക്കിന്റെ കൗണ്ട് റെഡ്യൂസ് ചെയ്യാനും പറ്റുള്ളൂ ഓർഡർ കേക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്റ്റേറ്റ് പ്രോപ്പർട്ടീനെ മാപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ മാപ്പ് സ്റ്റേറ്റ് ടു പ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം.
ഇത് നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആരോ ഫംഗ്ഷൻ ആയിട്ടോ അതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി എന്താണ് ഇതിന്റെ ആർഗ്യുമെന്റ്? ഇതിന്റെ ആർഗ്യുമെന്റ് നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കും ഇതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. ഞാനൊരു ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? നമ്മുടെ ഈ കോമ്പോണന്റിന്റെ സ്റ്റേറ്റും സ്റ്റേറ്റിനെ അതുപോലെ സ്റ്റേറ്റിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? നമ്പർ ഓഫ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിഡക്സിന്റെ സ്റ്റോറിലെ പ്രോപ്പർട്ടിനെ കൂടെ മാപ്പ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നത്. ഇത് എന്തായി? നമ്മുടെ കോമ്പോണന്റിന്റെ പ്രോപ്പർട്ടി ആയിട്ട് റിഡക്സ് സ്റ്റോറിലെ പ്രോപ്പർട്ടി മാപ്പ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത, ഇത് നമ്മുടെ ഡിസ്പാച്ച് ഫംഗ്ഷനെ, അതായത് ആക്ഷനെ റെഡ്യൂസറിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ ആക്ഷനെ ട്രിഗർ ചെയ്യുന്നതാണ്. അപ്പം ഈ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് എന്തായിരിക്കും വെച്ചാൽ നമ്മുടെ ഡിസ്പാച്ച് ഫംഗ്ഷൻ ആയിരിക്കും. ഞാൻ ഡിസ്പാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആക്ഷനെ റെഡ്യൂസറിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ എഗെയിൻ ഇതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മുടെ പ്രോപ്പർട്ടി, അതായത് കോമ്പോണന്റ് പ്രോപ്പർട്ടീനെ നമ്മൾ എഗെയിൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഒരു ആരോ ഫംഗ്ഷൻ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്പാച്ച് ചെയ്യുക, ആക്ഷനെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുക. നമ്മളിവിടെ ആക്ഷനിൽ ഒരു ക്രിയേറ്റ് ആക്ഷൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ക്രിയേറ്റ് ആക്ഷൻ. അപ്പൊ ആ ക്രിയേറ്റ് ആക്ഷൻ ഫംഗ്ഷനെ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് പറഞ്ഞത് ഡിസ്പാച്ച് ഫംഗ്ഷൻ ത്രൂ ആണ് നമ്മൾ ആക്ഷനെ റെഡ്യൂസറിലേക്ക് പാസ് ചെയ്യുന്നത്. അത് നമ്മുടെ കോമ്പോണന്റിലെ ആക്ഷനുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആക്ഷനെ റെഡ്യൂസറിലേക്ക് പാസ് ചെയ്യും. റെഡ്യൂസർ സ്റ്റേറ്റ് ട്രാൻസിഷൻ ചെയ്ത് ന്യൂ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടേക്ക് വരുന്നത്. അടുത്തത് കണക്റ്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റ് ഒരു ഹയർ ഓർഡർ ഫംഗ്ഷൻ ആണ് റിയാക്ട് റിഡക്സിന്റെ. ഇത് നമ്മുടെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, അതായത് സ്റ്റോറിനെയും കോമ്പോണന്റിനെയും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ കണക്ട് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ രണ്ട് ഫംഗ്ഷൻസിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെയാണ്? മാപ്പ് സ്റ്റേറ്റ് ടു പ്രോപ്സിനെയും മാപ്പ് ഡിസ്പാച്ച് ടു പ്രോപ്സിനെയും പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നമ്മുടെ കോമ്പോണന്റുമായിട്ട് കണക്ട് ആയിക്കോളും. സോറി, നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ഇവിടെ ആക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആക്ഷനെ ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഒരു മിസ്റ്റേക്കും കൂടെ പറ്റി. നമ്മൾ ഈ റെഡ്യൂസർ ഫംഗ്ഷനിൽ നം കേക്ക് അല്ലായിരുന്നു ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അഗെയിൻ അത് നമ്പർ ഓഫ് കേക്ക് ആയിട്ടോ ഞാൻ കോപ്പി ചെയ്തപ്പോൾ മാറിപ്പോയതാ, സോറി. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഇനിഷ്യലി നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയും, അതായത് നമ്മുടെ കോമ്പോണന്റിലെ പ്രോപ്പർട്ടിയും സ്റ്റോറിലെ പ്രോപ്പർട്ടിയുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് 10 കേക്ക്സ് വന്നിരിക്കുന്നത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ഷനെ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. കേക്കിന്റെ കൗണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആർക്കിടെക്ചർ ക്ലിയർ ആയില്ലേ? കോമ്പോണന്റ് ആക്ഷനെ ഡിസ്പാച്ചർ ടു റെഡ്യൂസറിൽ നിന്ന് സ്റ്റോറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കോൺസ്റ്റൻസ് എല്ലാം ഒരു ഫയലിൽ ക്രിയേറ്റ് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പേജിൽ ചെയ്യാട്ടോ, ഈ ഫയലിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത് ഒരു കോമൺ ഫയലിൽ കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പൊ ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടെയ്നറിൽ ഇതിനെ കോൾ ചെയ്തിട്ടുണ്ട്, app.jsൽ ഇത് പ്രൊവൈഡറിനെ കോൾ ചെയ്ത് നമ്മൾ സ്റ്റോറിലേക്ക് ഈ റിഡക്സിനെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്റ്റോറിൽ നിന്നിട്ട് ഈ എല്ലാ റിഡക്സ് സ്റ്റോറിനെ ആക്സസ് ചെയ്ത് പ്രോപ്പർട്ടീസ് എല്ലാം മാച്ച് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. താങ്ക് യു.